ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടർ ആണ്. സോ വേസ്റ്റ് വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതായത് 3 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് നമുക്ക് പഠിക്കാൻ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഈ വേസ്റ്റ് വാട്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ഈ വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റിൻ്റെയും ലിക്വിഡ് വേസ്റ്റിൻ്റെയും ഒരു മിക്സ്ചറാണ്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലെന്താ സോളിഡ്സ് കാണാൻ പറ്റും. ഈ സോളിഡ്സ് എന്തൊക്കെ ടൈപ്പ് ആയിരിക്കും? കമ്പോസ്ഡ് ഓഫ് ഫ്ലോട്ടിംഗ് മാറ്റർ, ദെൻ സെറ്റിലബിൾ മാറ്റർ, കൊളോയിഡൽ മാറ്റർ ആൻഡ് മാറ്റർ ഇൻ സൊല്യൂഷൻ. സെറ്റിൽ ചെയ്ത് കിടക്കുന്നുണ്ടാവും, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതുണ്ടാവും, സസ്പെൻഡായിട്ട് കിടക്കുന്നത് ഉണ്ടാവും, അതുപോലെ തന്നെ കൊളോയിഡ്സും ഉണ്ടാകും, സോളിഡ്സ്. സോ നമുക്ക് ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറഞ്ഞൊരു ടേം പഠിക്കാനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ടേം പറയുന്ന പോലെ തന്നെ ഈ ഒരു വേസ്റ്റ് വാട്ടറിൽ ടോട്ടൽ എത്ര സോളിഡ് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. And total suspended solids include all particles suspended in water which will not pass through a filter. ഒരു ഫിൽറ്ററിൻ്റെ അകത്ത് കൂടെ പാസ് ചെയ്ത് പോവാത്ത എല്ലാ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന പാർട്ടിക്കിൾസിനെയും നമ്മൾ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നു. ആൻഡ് ആസ് ലെവൽസ് ഓഫ് ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് ഇൻക്രീസസ്, a water body begins to lose its ability to support a diversity of aquatic life. അതായത് നമുക്ക് എന്താണ്, ഈ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സോളിഡ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അക്വാട്ടിക് ലൈഫിനെ ബാധിക്കും. ആൻഡ് സസ്പെൻഡഡ് സോളിഡ്സ് അബ്സോർബ് ഹീറ്റ് ഫ്രം സൺലൈറ്റ് വിച്ച് ഇൻക്രീസ് വാട്ടർ ടെമ്പറേച്ചർ ആൻഡ് സബ്സിക്വൻ്റ്ലി ഡിക്രീസസ് ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. എന്ത് ചെയ്യും? ഹീറ്റ് അബ്സോർബ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അക്വാട്ടിക് ആനിമൽസിനൊന്നും ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാണ് ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് ഉള്ളത് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്. നമ്മൾ ആദ്യം എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ടോട്ടൽ സസ്പെൻഡ്. അതിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ഫിൽറ്ററിലൂടെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് പോകാത്ത സംഭവങ്ങളാണ് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസോൾവ് ചെയ്തിട്ടുള്ള സോളിഡ്സ് ഉണ്ടായിരിക്കും. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ആർ പാസ്ഡ് ത്രൂ ഫിൽറ്റർ. ഫിൽറ്ററിലൂടെയും പാസ് ചെയ്യും. അത്രയും ടെനി പാർട്ടിക്കിൾസ് ആയിരിക്കും. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ് കംപ്രൈസ്ഡ് ഓഫ് കൊളോയിഡൽ ആൻഡ് ഡിസോൾവ്ഡ് സോളിഡ്സ്. അതിൽ കൊളോയിഡ് വരും, അതുപോലെ തന്നെ ഡിസോൾവ്ഡ് സോളിഡ്സ് വരും. കൊളോയിഡ്സ് ആർ ടിപ്പിക്കലി ഇൻ സൈസ് റേഞ്ച് ഫ്രം 0.00 m to 1 micrometer. അതായത് എന്താണ്, നമ്മൾ സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ട്, അത് പറഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഡിസോൾവ്ഡ് സോളിഡ്സ് ആണ്. ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് മണ്ണ് വെള്ളത്തിൽ കലക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ ടൈം എടുത്തിട്ട് എന്താ പറയുക, എന്നാലും അതിൻ്റെ ഒരു മഞ്ഞ കളർ ഉണ്ടായിരിക്കും. ആ കളറിന് കാരണം എന്താണ്? അതിൽ ഉള്ള കൊളോയിഡൽ മാറ്റേഴ്സാണ്. അപ്പം അതുപോലെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഡിസോൾവ് ആയി കിടക്കുന്ന, നമുക്ക് ഫിൽറ്ററിലൂടെ ഒന്നും ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ പറ്റാത്ത പാർട്ടിക്കിൾസും നമ്മുടെ വേസ്റ്റ് വാട്ടറിൻ്റെ അകത്തുണ്ടായിരിക്കും. അതാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സും ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സും കൂടിയിട്ടാണ് നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ ടോട്ടൽ സോളിഡ്സ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് ടർബിഡിറ്റിയാണ്. ടർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെഷർ ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഇസ് അനദർ ടെസ്റ്റ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ക്വാളിറ്റി ഓഫ് വേസ്റ്റ് discharged and natural water with respect to colloidal and residual suspended matter. അതായത് നമ്മൾ എന്താണ്, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലൂടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യിക്കും. ആ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഇതിൻ്റെ കളർ എന്തായിരിക്കും? വേസ്റ്റ് വാട്ടർ
പ്യുവർ വാട്ടർ ആയിരിക്കില്ല. അപ്പോൾ ഈ ലൈറ്റ് ഈ വാട്ടറിൽ ഡിസോൾവ് ആയി കിടക്കുന്ന പാർട്ടിക്കിളിലൊക്കെ തട്ടി നിന്നിട്ട് അപ്പുറത്ത് എത്താൻ കുറേ ടൈം എടുക്കുമെന്നല്ല, അപ്പുറത്ത് ഫുള്ളി ഈ ലൈറ്റ് ഈ നമ്മുടെ സൊല്യൂഷനിലൂടെ വേസ്റ്റ് വാട്ടറിലൂടെ ട്രാൻസ്മിറ്റഡ് ആവില്ല. സോ ഈ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട്, ഈ ടർബിഡിറ്റി ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ടർബിഡിറ്റി മീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ടർബിഡിറ്റി ട്യൂബ്സ്, ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വേസ്റ്റ് വാട്ടറിൻ്റെ ടർബിഡിറ്റി മെഷർ ചെയ്യും. ഈ ടർബിഡിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വേസ്റ്റ് വാട്ടർ എത്രത്തോളം കോൺസെൻട്രേഷൻ ഇതിനുണ്ട്, എത്രത്തോളം പൊല്യൂട്ടഡ് ആണ് എന്നൊക്കെ നമുക്ക് ടർബിഡിറ്റി വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് NTU ആണ്, നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് എന്നാണ് പറയുന്നത്. അതാണ് ടർബിഡിറ്റി. ഇതൊരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും എത്രത്തോളം ടർബിഡാണ് നമ്മുടെ ഈ വേസ്റ്റ് വാട്ടർ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കളറാണ്. കളർ എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇസ് ഡിറ്റർമൈൻഡ് ക്വാളിറ്റേറ്റീവ്ലി ബൈ ഇറ്റ്സ് കളർ ആൻഡ് ഓർഡർ. നമുക്ക് ഒരു വേസ്റ്റ് വാട്ടർ കണ്ടു കഴിഞ്ഞാൽ, അതായത് വേസ്റ്റ് വാട്ടറിനെ നമ്മൾ സീവേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേമോടെ നമ്മൾ വേസ്റ്റ് വാട്ടറിന് പറയുന്ന വേറെ പേരാണ്. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഇതിന് പഴക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കളർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്രഷ് വേസ്റ്റ് വാട്ടർ ഇസ് യൂഷ്വലി ലൈറ്റ് ബ്രൗണിഷ് ഗ്രേ കളറായിരിക്കും. ലൈറ്റ് ബ്രൗണിഷ് ഗ്രേ കളറായിരിക്കും ഫ്രഷ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് travel time of the collection system increased, anaerobic conditions developed, and color of wastewater changes sequentially for gray to dark gray and ultimately to black. അതായത് നമ്മളെന്താണ് ഇപ്പം നമുക്കിപ്പോൾ ഈ സീവേജ് അതായത് നമുക്ക് വേസ്റ്റ് വാട്ടർ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഈ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സീവേജ് എന്തിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ഏതെങ്കിലും പൈപ്പിലൂടെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനൈറോബിക് കണ്ടീഷനാണ്, എയറുമായിട്ട് ടച്ച് ഇല്ലാത്ത കണ്ടീഷനാണ്. അങ്ങനെ അവിടെ കുറേ അനൈറോബിക് ആക്ടിവിറ്റീസ് നടക്കും, അനൈറോബിക് ബാക്ടീരിയാസ് ഉണ്ടാവും. ഇവർ ഈ വേസ്റ്റ് വാട്ടറുമായിട്ട് പ്രവർത്തിച്ച് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. ആൻഡ് ദിസ് ബ്ലാക്ക് കളർ ഡ്യൂ ടു ദ മെറ്റാലിക് സൾഫൈഡ് വിച്ച് ഫോംഡ് അണ്ടർ ദ അനൈറോബിക് കണ്ടീഷൻസ്. അനൈറോബിക് കണ്ടീഷനിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടാണ് ഇതിന് ബ്ലാക്ക് കളർ വരുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ പറ്റും. ദെൻ കളറ്. ഇനി അടുത്ത ഒരു ക്യാരക്ടറാണ് അബ്സോർപ്ഷൻ ഓർ ട്രാൻസ്മിറ്റൻസ്. ദിസ് ഈസ് ദ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഓഫ് സ്പെസിഫൈഡ് വേവ് ലെങ്ത് ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ കൺസ്റ്റിറ്റ്യുവൻറ്റ് ഇസ് ഇൻ എ സൊല്യൂഷൻ. അത് നമുക്ക് ലൈറ്റ് അബ്സോർപ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് അബ്സോർബൻസ് മെഷർ യൂസിങ് സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ അബ്സോർപ്ഷനെ മെഷർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ടെമ്പറേച്ചറാണ്. ദ ടെമ്പറേച്ചർ ഓഫ് വേസ്റ്റ് വാട്ടർ ഇസ് കോമൺലി ഹയർ ഡ്യൂ ടു അഡിഷൻ ഓഫ് വാം വാട്ടർ ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ ഇൻഡസ്ട്രീസിൽ നിന്ന് പുറത്ത് വിടുന്ന വേസ്റ്റ് വാട്ടർ, അതുപോലെ തന്നെ ഹൗസസ് നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറൊക്കെ ആയിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഒരു 30 ഡിഗ്രി സെൽഷ്യസ് അറൗണ്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ വരുന്നത്. ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് വേസ്റ്റ് വാട്ടർ ഈസ് കോമൺലി ഹയർ ഡ്യൂ ടു അഡിഷൻ ഓഫ് വാം വാട്ടർ ഫ്രം ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ആക്ടിവിറ്റീസ്. ആൻഡ് ടെമ്പറേച്ചർ ഈസ് എഫക്ട് ദ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് റിയാക്ഷൻ റേറ്റ്സ്, അക്വാട്ടിക് ലൈഫ് ആൻഡ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് വാട്ടർ. അതായത് നമ്മൾ എന്താണ്, ഈ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അക്വാട്ടിക് ലൈഫ്, അതായത് ഫിഷസ് പോലെയുള്ള അക്വാട്ടിക് ഓർഗാനിസത്തിനെ ഇത് ബാധിക്കും. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. അതും ഓരോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് സൊല്യൂഷൻ ടു കണ്ടക്ട് ആൻ ഇലക്ട്രിക് കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ള എന്താണ് എബിലിറ്റീനെയാണ് നമ്മളിത് പറയുന്നത്, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. അതായത് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്യൂട്ടബിലിറ്റി ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഈ കണ്ടക്ടിവിറ്റി വെച്ചിട്ടാണ് നോക്കുന്നത്. ഇത് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മീറ്റേഴ്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്.
സോ ഇത്രയുമാണ് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അപ്പം നമ്മൾ കളർ പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെൽ ചെയ്തിട്ട്, ആൻഡ് അതുപോലെ തന്നെ ടെർബിഡിറ്റി പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു. സോ ഇത്രയുമാണ് നമ്മുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കെമിക്കൽ പാരാമീറ്റേഴ്സ്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ pH. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് റെപ്രസെൻ്റ് ദ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനാണ് നമ്മൾ pH എന്ന് പറയുന്നത്. വേസ്റ്റ് വാട്ടർ വിത്ത് ആൻ എക്സ്ട്രീം കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇസ് ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ബൈ ബയോളജിക്കൽ മീൻസ്. So for treated effluent discharge to environmental to allowable pH range usually varies from 6.5 to 8.5. ഇതിൻ്റെ pH റേഞ്ച് വരുന്നത് 6.5 മുതൽ 8.5 ആണ് വരുന്നത്. ഇത് യൂഷ്വലി ആൽക്കലൈൻ ആണ്. കാരണം നമ്മുടെ വേസ്റ്റ് വാട്ടർ നമുക്ക് കണ്ടാൽ തന്നെ അസിഡിക് അല്ല, ആൽക്കലൈൻ നേച്ചറാണ് അതിനുള്ളത്. സോ ഇതാണ് pH, അതൊരു കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് ക്ലോറൈഡ്സ് ആണ്. ഹ്യൂമൻ എക്സ്ക്രീറ്റ then contains 6 gram of chloride per person per day, and infiltration of salty water into sewers is also potential source of high chlorides. So salty water ഒക്കെ നമ്മളെ വാട്ടറിലോട്ട്, ഈ വേസ്റ്റ് വാട്ടറിലേക്ക് വരുന്നത് എന്താണ്? നമ്മുടെ ക്ലോറൈഡിൻ്റെ എമൗണ്ട് കൂട്ടാൻ കാരണം. അപ്പോൾ ക്ലോറൈഡിൻ്റെ എമൗണ്ടാണ് പറയുന്നത്. ദെൻ ആൽക്കലൈനിറ്റി. Alkalinity is in wastewater result from presence of OH ions, then carbonate, bicarbonate elements ഒക്കെയാണ് നോക്കുന്നത്, കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും. ആൻഡ് വേസ്റ്റ് വാട്ടർ is normally alkaline and receives its alkalinity from material added during domestic use. And the alkalinity in wastewater help to resist change in pH caused by the addition of acids. സോ ആൽക്കലൈനിറ്റി ആണ് ഒരു കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ദെൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് കണ്ടൻ്റ് ആണ്. എലമെൻറ്റ്സ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് എസെൻഷ്യൽ ടു ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. Plants and animals are known as nutrient or biostimulants, and these are required to evaluate the treatability of the wastewater by biological process. So nitrogen and phosphorus content ആണ് നെക്സ്റ്റ് വരുന്നത്. ദെൻ മെറ്റാലിക് കൺസ്റ്റിറ്റ്യുവൻസ്. മെറ്റാലിക് കൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ട്രേസ് ക്വാണ്ടിറ്റീസ് ഓഫ് മെനി മെറ്റൽസ് സച്ച് ആസ് കാഡ്മിയം, ക്രോമിയം, കോപ്പർ, അയൺ, ലെഡ്, മാംഗനീസ്, മെർക്കുറി, നിക്കൽ, സിങ്ക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കൺസിസ്റ്റൻ്റ് ഓഫ് മോസ്റ്റ് വേസ്റ്റ് വാട്ടർ. എല്ലാ വേസ്റ്റ് വാട്ടറിലും ഇത്രയും മെറ്റാലിക് കൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇതിലെ ഓർഗാനിക് കണ്ടൻസിനെ മെഷർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് BOD, COD ഒക്കെ വെച്ചിട്ടാണ്. അപ്പം BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ല, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് വരുന്നത്. അതായത് നമ്മൾ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. അതായത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് കളയാൻ എത്ര എമൗണ്ട് ഓക്സിജൻ വേണം എന്നുള്ളതിൻ്റെ എമൗണ്ടാണ് BOD എന്ന് പറയുന്നത്. BOD നമ്മൾ യൂഷ്വലി 5 days ആണ് സ്റ്റാൻഡേർഡായിട്ട്. 20 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡായിട്ട് മെഷർ ചെയ്യുന്ന BOD എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബയോ കെമിക്കൽ ഓക്സിജൻ. ഇതിൽ ബയോളജിക്കൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് കറക്റ്റ്. ദെൻ കെമിക്കൽ ഓക്സിജൻ, COD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. അപ്പോൾ COD എന്തായിരിക്കും? COD എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ബോത്ത് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഓക്സിജനാണ് നമ്മൾ COD, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ
പിന്നെ ടോട്ടൽ ഓർഗാനിക് കാർബൺ, അതായത് ടോട്ടൽ ഓക്സിജൻ ഡിമാൻഡ് ഉണ്ട്. അതെന്തായിരിക്കും? എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ബയോഡീഗ്രേഡബിൾ, നോൺ ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് ഫ്യൂ ഓക്സിഡൈസബിൾ ഇൻഓർഗാനിക് മാറ്റർ. Then TOC is a wastewater used as measure of its pollution characteristics. In some cases, it has been possible to relate TOC to BOD and COD values. Okay, and this test is done instrumentally by converting organic carbon into carbon dioxide, which is measured with the infrared analyzer. നമ്മളൊരു ഇൻഫ്രാറെഡ് അനലൈസർ വെച്ചിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ സർഫസ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ഇൻക്ലൂഡ് ബാക്ടീരിയ, ഫംഗസ്, ആൽഗെ, പ്രോട്ടോസോവ, പ്ലാന്റ്സ് ആൻഡ് വൈറസസ്. എബോവ് സം ടൈപ്സ് ആർ ഓൺലി ഒബ്സർവ്ഡ് മൈക്രോസ്കോപ്പിക്കലി. അതായത് നമുക്ക് മൈക്രോസ്കോപ്പിക്കലി ഒക്കെ ചെയ്യുന്ന കുറേ ഫംഗസ്, ബാക്ടീരിയ, ആൽഗെ, പ്രോട്ടോസോവ, അങ്ങനെ വൈറസ് ഒക്കെ നമ്മുടെ ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കും. എന്തിൽ? വേസ്റ്റ് വാട്ടറിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ദെൻ പാത്തോജനിക് ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. പാത്തോജനിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം വരുത്തുന്ന ഓർഗാനിസംസും നമ്മുടെ വേസ്റ്റ് വാട്ടറിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ദെൻ പാത്തോജനിക് ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ വേസ്റ്റ് വാട്ടർ മേ ബി excreted by human beings and animals who are infected with diseases or who carries a particular infection disease. And these organisms are 4 broad categories: bacteria, protozoa, worms and viruses. സോ നമ്മൾ വേസ്റ്റ് വാട്ടറിൻ്റെ അകത്ത് അതായത് എന്തെങ്കിലും രോഗം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടറിൽ നിന്ന് അത് വേറൊരാളിലോട്ട് പകരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം നമ്മൾ വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഇത്രയും കൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെയാണ് ഉള്ളത്. സോ ഇത് അത്ര നല്ലതൊന്നുമല്ല. സോ നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ നല്ല ഫോമിൽ, ഇപ്പോൾ ഇൻഡസ്ട്രീസ് എന്നൊക്കെ വരികയാണെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള മെറ്റാലിക് കൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ നിറയെ ഉണ്ടായിരിക്കും. ലെഡ് പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റാലിക് കൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമ്മളെ വാട്ടർ ബോഡീസിലോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്? അവിടുത്തെ അക്വാട്ടിക് ലൈഫിനെ അത് ബാധിക്കും. സോ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നമ്മളെ വാട്ടർ റിസോഴ്സിലോട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ നമ്മൾ വേറെ ഇറിഗേഷൻ പർപ്പസിന് നമ്മൾ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ നമ്മൾ നെക്സ്റ്റ് എങ്ങനെയാണ് ഈ വാട്ടർ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ്, ആ വാട്ടർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.